ബി.ജെ.പിയിൽ ചേരാൻ ഇ.പി. ജയരാജൻ നീക്കം നടത്തി. ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തുന്നു. സി.പി.എം നേതാവ് ബി.ജെ.പിയിൽ ചേരാൻ നീക്കം ഉണ്ടായിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ ചേരാൻ ശ്രമം നടത്തി ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്തിയെന്നും അതിൽ വൈദേകം റിസോർട്ട് വിഷയവും ലാവലിനും ചർച്ചയായി എന്നും നന്ദകുമാർ പറയുന്നു. കോടിയേരിയുടെ അഭാവത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എം.വി. ഗോവിന്ദനെ നിയമിച്ചതിൽ ഇ.പിക്ക് കടുത്ത എതിർപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നത് പരസ്യമായിരുന്നു. എം.വി. ഗോവിന്ദൻ്റെ ജാഥയിൽ പങ്കെടുക്കാതെ ഇ.പി. മനഃപൂർവ്വം മാറി നിന്ന അതേസമയം ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി അവരുടെ അമ്മയ്ക്ക് പൊന്നാടയണിയിച്ച് സദ്യ കഴിച്ചതും ചാനലുകളിൽ വാർത്തയായിരുന്നു. മാത്രമല്ല പാർട്ടി പരിപാടികളിൽ നിന്നും അപ്പോൾ വിട്ടുനിൽക്കുന്നതും ചർച്ചയായതുമാണ്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്നതും വാങ്ങിയത് ശോഭ സമ്മതിക്കുകയും ചെയ്തു. 8 സെന്റ് സ്ഥലം കച്ചവടവുമായി അഡ്വാൻസ് ആയിട്ടാണ് 10 ലക്ഷം രൂപ വാങ്ങിയതെന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിച്ചു. എന്നാൽ ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ പോയതാണ് എന്ന് പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സി.പി.എം നേതാവ് ഉണ്ടായിരുന്നു, കൂടെ വേണ്ടി വന്നാൽ പേര് വെളിപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ നന്ദകുമാർ ഒരു പടി മുന്നിൽ വരികയായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ വലിയ സംശയത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് വൈദേകം റിസോർട്ട് കൈമാറിയതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ശക്തരാണെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതും ഇ.പിയുടെ ഈ പ്രസ്താവന നിഷേധിക്കാതെ സി.പി.എം നേതാക്കൾ ഉരുണ്ടു കളിക്കുകയായിരുന്നു. സരിതയെ വെച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞതിലും ദല്ലാളും ഇ.പിയും ഗണേശുമൊക്കെ ഭാഗവാക്കായിരുന്നുവെന്ന് മാസങ്ങൾക്ക് മുമ്പ് ദല്ലാൽ നന്ദകുമാർ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതെല്ലാം അറിഞ്ഞാണ് പി. ജയരാജൻ ഈ ആരോപണവുമായി മുന്നോട്ട് വന്നത്. പിന്നീട് എല്ലാം മുഖ്യമന്ത്രി ഇടപെട്ട് രാജിയായി. അതിനുശേഷമാണ് ഇ.പി. പാർട്ടിയിൽ സജീവമായി വീണ വിജയനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ആ സമയത്ത് പി. ജയരാജനും ഇ.പി. ജയരാജനും ഒരുപോലെ പാർട്ടി തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നതാണ്. ദല്ലാൽ നന്ദകുമാറിൻ്റെ ശ്രമം വിജയിക്കുമോ എന്ന് കണ്ടറിയണം. നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് എതിരെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ച് രംഗത്ത് വന്ന് പത്രസമ്മേളനം നടത്തി. നന്ദകുമാറിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഡി.ജി.പി. ദർവേസ് സാഹിബിനെതിരെയും ശരങ്ങളാണ് ഉന്നയിച്ചത്. ഡി.ജി.പിക്ക് പരാതി കൊടുത്തിട്ട് ഡി.ജി.പി. പിണറായിയുടെ അടുക്കളപ്പണിക്കാരനല്ല, നടപടിയെടുത്തില്ലെങ്കിൽ ഓഫീസ് ഉപരോധിക്കും, ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്ന ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ മകളെപ്പറ്റിയും മകനെയും ബന്ധുക്കളെയും ഇ.പി. ജയരാജൻ്റെ മകനെപ്പറ്റിയും ജയരാജൻ്റെ മകനുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഡൽഹിക്ക് വിമാന ടിക്കറ്റ് അയച്ചതെന്നും തുടങ്ങിയ അനവധി കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞത്. ആലപ്പുഴയിൽ ഞാൻ 2ാം സ്ഥാനത്ത് വരുമെന്ന് മണത്തറിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് എനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും നീക്കം തുടങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ വെട്ടിത്തുറന്ന് പറഞ്ഞു. വെല്ലുവിളി നടത്തി ദല്ലാൽ നന്ദകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് വഴിയെ മനസ്സിലാകുമെന്നും അവർ പറഞ്ഞു. ജനങ്ങൾ നൽകിയ 99 സീറ്റ് അഹങ്കാരമാക്കിയ സി.പി.എം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞത് നടപ്പിലാക്കിയില്ലെന്ന് യു.ഡി.എഫ്. തുടർഭരണം നൽകിയ ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തിയ ഭരണം കേരള ജനത കണ്ടു. സി.പി.എം നേതാക്കളുടെ ഈ നിലപാടാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അപ്രത്യക്ഷമാകാൻ കാരണമെന്നും യു.ഡി.എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് എന്നും യു.ഡി.എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അഴിമതിയുടെ പരമ്പരയാണ് പിണറായി ഭരണത്തിൽ നടന്നത്. പ്രധാനമന്ത്രി വരെ പിണറായിയുടെ അഴിമതിയുടെ പരമ്പരയെ നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ അഴിമതികളിൽ കേന്ദ്രം ഇടപെടും എന്നും പ്രധാനമന്ത്രി പറയുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കെൽപ്പില്ലാത്ത CPM നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നത് ജനങ്ങൾ തിരിച്ചറിയും. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ആദരിച്ച് നെഞ്ചിലേറ്റി നടക്കുന്നത് രാജ്യം മുഴുവൻ കണ്ടതാണ്. മോദിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് ജനങ്ങൾ പറയുന്നു. അതെല്ലാം ജോഡോ യാത്രകളിൽ കണ്ടതുമാണ്. അങ്ങനെയുള്ള നേതാവിനെയാണ് CPM നേതാക്കൾ പപ്പു, കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. ജനങ്ങൾ അതിനെ കാണുന്നത് CPM നേതാക്കളുടെ പാപ്പരത്വത്തെയാണെന്നും UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പിണറായി വിജയന്റെയും CPM നേതാക്കളുടെയും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും മറുപടി ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നൽകും. ഈ LDF ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് കനത്ത തിരിച്ചടി കിട്ടും എന്നുറപ്പാണെന്നും UDF നേതാക്കൾ പറയുന്നു. സിൽവർ ലൈനിന്റെ പേരിൽ LDFന് വോട്ട് ചെയ്തവരെ പോലും ജയിപ്പിച്ച ആയിരക്കണക്കിന് ജനങ്ങളെയാണ് പിണറായിന്റെ പോലീസ് കൊണ്ട് തല്ലിച്ചതച്ചെന്ന് ആയിരക്കണക്കിന് ബാങ്ക് നിക്ഷേപകരെ വഴിയാധാരമാക്കി ആത്മഹത്യക്ക് വഴി ഒരുക്കിയത് ജനങ്ങൾ ഒരിക്കലും മറന്നു കാണില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. CPM ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസിനെ തകർക്കാനും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനും മാത്രമാണ് ശ്രമിക്കുന്നത്. മോദി എന്താണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം കേരളത്തിലെ CPM നേതാക്കൾ ചെയ്യുന്നുവെന്നും UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ചോറ് ഇവിടെയും കൂറ് BJPയോടും കേരളം ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ച് പാർട്ടിയെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അതെല്ലാം മറന്ന് കോൺഗ്രസിനെ ആക്രമിക്കുന്നത് മാത്രമാണ് CPM നേതാക്കൾ നടത്തി വരുന്നത്. ഭരണവിരുദ്ധ വികാരവും മതത്തിന്റെ പേരിൽ ഭിന്നിപ്പ് നടത്തി വോട്ട് നേടാനുള്ള തന്ത്രവും ജനങ്ങൾ ഈ പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്നും UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഒരു തെറ്റും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയെ ഫാഷിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മേൽക്കോയ്മ ഇല്ലാതാവാൻ വോട്ട് ചെയ്യണം. ഡോക്ടർ ബഹാദീൻ മുഹമ്മദ് നഖ്വി. CPMനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാദീൻ മുഹമ്മദ് നഖ്വി. ഫാസിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും മേൽക്കോയ്മ ഇല്ലാതാക്കാൻ സമ്മതിദാവകാശം ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷം രണ്ടാം സ്ഥാനക്കാരാകുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി ഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഹീനപ്രവർത്തികളാണെന്നും മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് ജയിക്കുന്നവരാണെന്ന് പറഞ്ഞ PS-ന്റെയും ജില്ലയുടെ ഉള്ളടക്കം വർഗീയതയാണെന്ന് പറഞ്ഞ കടകംപള്ളിയുടെയും പ്രസ്താവനയെ RSSന് വേണ്ടി നടത്തിയ ദാസ്യപ്പണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.